നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തോൽവിയുടെ കാരണങ്ങൾ നിരത്തി മുൻ സ്പീക്കർ എൻ ഷംസീർ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളി. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിലപാടുൾപ്പെടെ തിരിച്ചടിയായി. മലപ്പുറത്തെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെന്നും ഷംസീർ പറയുന്നു. മലപ്പുറം കളിക്കാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലായിരുന്നു ഷംസീറിന്റെ പ്രസ്താവന. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. പിന്നെ അയ്യപ്പ സംഘം ഞങ്ങളുടേതല്ല, പക്ഷെ പറഞ്ഞു സർക്കാർ നടത്തിയതാ. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ പറയുന്നു സഖാക്കളെ നിങ്ങൾ തെറ്റ് പറ്റിയിരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തും. മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ കണ്ണൂരിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി എന്ന് പറയുമ്പോൾ MV ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ തെറ്റുകൾ പറ്റിയെന്നാണല്ലോ ഷംസീർ പറയുന്നത്. പിന്നെ മലപ്പുറത്തെ പറ്റി വെള്ളാപ്പള്ളി പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ മലപ്പുറത്ത് നിന്നിട്ട് വേണ്ടാത്ത ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്യുകയാണോ എൻ ഷംസീർ? തീർച്ചയായും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഷംസീർ നേതൃത്വത്തിന് എതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പല ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയുടെ പല നിലപാടുകളും ഇടപെടലുകളും വലിയ തിരിച്ചടി ആയി എന്ന് ഷംസീർ തുറന്നു പറയുന്നുണ്ട്. ഒരു പൊതുവേദിയാണ് മുൻ സ്പീക്കർ കൂടിയായ ഷംസീറിന്റെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം. കൃത്യമായി തന്നെ നേതാക്കൾക്കെതിരെയായിരുന്നു ഷംസീറിന്റെ ഓരോ വാക്കുകളും. പ്രത്യേകിച്ച് കണ്ണൂരിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയം അമ്പേ പാളി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല ഇടങ്ങളിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി വിഷയത്തിൽ പാർട്ടി കൃത്യമായ നിലപാട് എടുത്തില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് മലപ്പുറത്ത് എത്തിയപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെയാണ് അത്തരത്തിൽ ഷംസീർ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം വെള്ളാപ്പള്ളി വളരെ കൃത്യമായി തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ മലപ്പുറത്തെ ഒരു പരിപാടിയിലാണ് ഷംസീർ ഇത്തരത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി വിഷയം പ്രത്യേകിച്ച് ഊന്നി പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ നിലവിൽ പാർട്ടിക്കെതിരെ രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ഷംസീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം അയ്യപ്പ സംഗമം പാർട്ടി നടത്തിയപ്പോൾ അതിൽ കൃത്യമായ ഒരു നിലപാടുകൾ അല്ലെങ്കിൽ കൃത്യമായ ചില നടപടികൾ പാർട്ടി സ്വീകരിച്ചില്ല. തെറ്റായി പോയ ചില നടപടികൾ എടുത്തിട്ടുണ്ട് എന്ന് ഷംസീർ പറയുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മറ്റു പല നേതാക്കളും ഇത്തരത്തിൽ രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് പാർട്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പി രാജീവ് അടക്കമുള്ള മുൻ മന്ത്രിമാരും ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. പാർട്ടിയുടെ മുദ്രാവാക്യം LDF അല്ലാതെ മറ്റാര് എന്നുള്ള മുദ്രാവാക്യം അടക്കം വലിയ തിരിച്ചടിയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം വലിയ തിരിച്ചടിയായി എന്നൊക്കെ പി രാജീവ് നേരത്തെ പറഞ്ഞിരുന്നു. ഇങ്ങനെ തുടർച്ചയായി തന്നെ ആഭ്യന്തരമായ ഒരു കലഹമാണ് CPM-നുള്ളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ നേതൃത്വം തന്നെ വെട്ടിലാകുന്ന ചില വാക്കുകളാണ് അവരുടെ മറ്റു പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സംഭവത്തോടുകൂടി CPM വലിയ വെട്ടിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേതൃത്വം തന്നെ അവർക്ക് മറ്റു ഒരു വിഭാഗം നേതാക്കൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വാക്കുകൾ തന്നെയാണ് മലപ്പുറം കാളിക്കാവിൽ നടന്ന കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലാണ് AN ഷംസീറിന്റെ പ്രസ്താവന. തളിപ്പറമ്പിലും അതുപോലെ തന്നെ പയ്യന്നൂരിലുമൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് തുറന്നു സമ്മതിക്കുകയാണ് AN ഷംസീർ. വിശദാംശങ്ങൾ മലപ്പുറത്ത് നിന്ന് നൽകുകയായിരുന്നു ശിവദാസ് കന്മനം.